ഓക്കെ, ഞാനിവിടെ നിന്നൊരു കോൾ സൈഡ് എൻട്രി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ ക്യാൻഡിലിന് മുകളിൽ. ഞാൻ എൻട്രി എടുക്കുന്നത് ഈ ക്യാൻഡിലിന് മുകളിൽ നോക്കുക, എക്സാക്റ്റ് റെസിസ്റ്റൻസ് ചെയ്യുന്നൊരു സെല്ലിംഗ് ആണ്. ഇതിന് മുകളിൽ എൻട്രി എടുക്കാനായിട്ടാണ് പ്ലാൻ. നോക്കുക, ലാസ്റ്റ് ഡേയിൽ എക്സാക്റ്റ് കണ്ടോ ഈ ഒരു ഏരിയയിൽ ക്ലിയർ ആയിട്ടൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു എം പാറ്റേൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടെ സെല്ലിംഗ് എന്ന് പറയുകയാണ്. അതിനുശേഷം ഇവിടെ നിന്നൊരു നല്ലൊരു സ്പൈക്ക് മുകളിലോട്ട് ഇങ്ങനെ തരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ എൻട്രി എടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കുക, ഞാനിവിടെ നിന്ന് അധികം പോയിൻ്റൊന്നും ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കത്തില്ല. ഒരു ഇന്തമണിയാണ് ഞാനിപ്പം സ്ലൈറ്റ്ലി ഇന്തമണിയാണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഒന്ന് ബിഹേവിയർ, നമുക്ക് എൻട്രി തരുമോ ഇല്ലയോ എന്ന്. ഈ ക്യാൻഡിൽ വെയിറ്റ് ചെയ്യാം, ഓർഡർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ക്യാൻഡിലിന് മുകളിലാണ് ഞാൻ ഓർഡർ ഇട്ടേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ സെല്ലിങ് എന്താണ്, സെല്ലിങ്ങിനകത്ത് പവർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഈ ക്യാൻഡിലുണ്ടോ, ഈ ക്യാൻഡിലിൽ നിന്ന് എക്സാക്റ്റ് ഇതിന് മുകളിൽ ഞാൻ ബഫർ ഇട്ടിട്ടുണ്ട്. അതിന് പറയാനുള്ള റീസൺ എക്സാക്റ്റ് എം പാറ്റേണിൽ ഈ ഏരിയയിലെല്ലാം നിറയെ സെല്ലേഴ്സ് വന്നിട്ടുണ്ട്, അവരെ SL അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന് മുകളിലൂടെ നല്ല രീതിയിൽ മൂവ് ആവും. ഞാനിവിടെ 60 പോയിൻറ്റ് മാത്രമേ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, ഇതെൻ്റെ സ്റ്റോപ്പ് ലോസ്. 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൽ റെസ്പെക്റ്റ് നമുക്ക് 30 പോയിൻറ്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടും. ഓക്കെ, നോക്കുക, ഇതുകൊണ്ട് ഇവിടുന്ന് സെല്ലിങ് അവിടെ ഇവിടുന്ന് നല്ല ഓൾറെഡി നല്ലൊരു ഫാസ്റ്റ് സെല്ലിങ് ആണ്. അതിനുശേഷം ഈ ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിലിൽ റീറ്റെയിലേഴ്സ് എൻ്റർ ആകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, അതിനുശേഷം സെല്ലിങ് വന്നു. അതിനുശേഷം ഈ ഒരു സെല്ലിങ് നോക്കുക, ഈ ഏരിയയിലൊരു സെല്ലിങ് ശ്രദ്ധിക്കുക. കണ്ടോ, ഇവിടുന്ന് ഒരു ഹൈയിലോട്ട്, അതായത് മുകളിലോട്ട് ഇങ്ങനെ പോകാനുള്ളൊരു ഇതാണ് ഞാൻ കാണുന്നത്. അതിന് റീസൺ എന്ന് വെച്ചാൽ സെല്ലിങ് പോലെ ഷോ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഷോ ചെയ്യുന്നതേ ഉള്ളൂ. അതിന് മുകളിൽ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഡേ ഹൈക്ക് എബോവ് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിയർലി കൊണ്ടോ ഏകദേശം നമ്മുടെ ഇതിൻ്റെ മുകളിൽ എൻട്രി ആയിട്ടുണ്ട്. ഓക്കെ, 364 ഞാൻ ഓക്കെ ട്രിഗർ ആയിട്ടുണ്ട് 364. ഓക്കെ, ഞാൻ എൻ്റെ ജസ്റ്റ് ഓക്കെ ട്രിഗറായി. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സ്റ്റോപ്പ് ലോസ് ഇട്ടെ 364. ഓക്കെ, 334. ഓക്കെ, 334 ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം, നല്ല സ്പൈക്കാണ് മാർക്കറ്റ് തരുന്നത്. നമുക്ക് ആ ഫസ്റ്റ് ടാർഗറ്റ് 60 വെക്കാം. അതിനുശേഷം നല്ലൊരു മൂവ് തരികയാണെങ്കിൽ മാത്രം, ഓക്കെ, നല്ലൊരു മൂവ് തരികയാണെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യും. നല്ലൊരു മൂവിന് സാധ്യതയുണ്ട്, ബിക്കോസ് നിറയെ സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ആണ് ഈ ഏരിയയിലെല്ലാം. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് ഒന്ന് നോക്കാം ജസ്റ്റ്. ഓക്കെ, ഫ്യൂച്ചർ ചാർട്ടിൽ നല്ലൊരു സ്പൈക്ക് ഉണ്ട്, ബട്ട് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ്. സോ ഈ ഡേ ഹൈക്ക് എബോ മുകളിലോട്ട് ചെന്നതിന് ശേഷം ഒന്ന് സൈഡ് വേസ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിന് മുകളിൽ ഓക്കെ ബൈ സൈഡ് ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ആയിട്ടുണ്ട്, നല്ല സ്പൈക്കാണ് കണ്ടത്. ഇതിന് മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഓക്കെ, ഇതിന് മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് നോക്കാം. അതിനുശേഷം ഒരു നല്ലൊരു മൂവ് തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻട്രിക്ക് മുകളിൽ, അതായത് കോസ്റ്റ് ആയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സിറ്റ് കൊണ്ടുവരും. ബിക്കോസ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു ഓൾവേസ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ടൈമാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇവർ ഈ ഡേ ഹൈക്ക് എബോവ് പോകും, അല്ലെങ്കിൽ ഈ ഒരു 47,800 ഓക്കെ 47,800 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചർ ചാർട്ടിൽ. ഓക്കെ, സ്പോട്ട് ചാർട്ടിൽ ഞാൻ എൻ്റെ 120 പോയിൻറ്റ്സ് ആണ് ഇടുന്നത്. ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കാം, ഫ്യൂച്ചർ ചാർട്ടിൽ നല്ലൊരു മൂവ് ഉണ്ടാവും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു സ്പൈക്ക് മുകളിൽ തന്നിട്ടുണ്ട്. ഏകദേശം നിയർലി 100 ഓക്കെ 100 പോയിൻറ്റ് മൂവ് തന്നു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, 100 പോയിൻറ്റ് മൂവ് തന്നു കഴിഞ്ഞു. നമ്മുടെ നല്ലൊരു 60 പോയിൻറ്റ് ക്യാച്ച് നിന്ന് 100+ പോയിൻ്റ്, 100+ പോയിൻറ്റിൻ്റെ പ്രീമിയം നല്ലൊരു സ്പൈക്ക് തന്നു കഴിഞ്ഞു. ഞാൻ നിയർലി ഓക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിന് ഞാൻ ഹാഫ് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ നോക്കിയത്. എൻ്റെ ടാർഗറ്റ് കൊണ്ട് അതായത് 120 പോയിൻറ്റ് ഈ ഏരിയയിലാണ് എൻ്റെ ടാർഗറ്റ്. ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്യണമെങ്കിൽ 120 പോയിൻറ്റ് ഇവിടെ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. നോക്കാം, ബൈ സൈഡ് ഇവിടെ ഫ്യൂച്ചർ ചാർട്ടിൽ ലിക്വിഡിറ്റി ക്രിയേഷൻ കാണിക്കുന്നുണ്ട്. അവിടെ മുകളിലോട്ട് മൂവ് തരാം. ഓക്കെ, നമ്മുടെ ഏതെങ്കിലും ഒന്നിനെ റെസ്പെക്ട് ചെയ്യാം. ഇപ്പോൾ സ്പോട്ട് ചാർട്ടിന് അനുസരിച്ചാണെങ്കിൽ ഞാൻ 120 പോയിൻറ്റ് എക്സിറ്റ് ആവും. അതർവൈസ് ഇത് ഈ റേഞ്ച് വരെയുള്ള 47,800 വരെയൊക്കെ പോകാൻ വളരെ അധികം സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം. മൂവ് നല്ല രീതിയിൽ മൂവ് ഇങ്ങനെ ഉണ്ടാകാം, നമ്മൾ എന്തും ആയിക്കോട്ടെ. ഓക്കെ, 120 ഓക്കെ 120 പോയിൻറ്റ് നല്ലൊരു സ്പൈക്കാണ് ഈ തന്നത്. ഏകദേശം 110 എബോവ് പോയിൻറ്റ് പ്രീമിയം ഇപ്പോൾ തന്നെ ഷോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലൊരു സ്പൈക്കാണെന്ന്. ഓക്കെ, ഞാൻ എൻ്റെ പൊസിഷൻസ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ബിക്കോസ് സ്പോട്ട് പ്രൈസിനനുസരിച്ച് നിയർലി സ്പോട്ട് പ്രൈസിൻ്റെ ടാർഗറ്റിന് ഏകദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഏരിയയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്യാം. വെയിറ്റ്. ഓക്കെ,
ഓക്കെ, ഇതിന് മുകളിൽ ഞാൻ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നോക്കാം ഫ്യൂച്ചർ ചാർട്ടിൽ. ഓക്കെ, യെസ്, ആസ് പെർ കൺസേൺ നമ്മുടെ ടാർഗറ്റ് സ്പോട്ട് പ്രൈസിനനുസരിച്ച് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പൊസിഷൻസ് ഓക്കെ 120 പോയിൻറ്റ്സ്. ഓക്കെ, നമ്മുടെ 120 പോയിൻറ്റ്സ് ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റിൽ എന്ത് സംഭവിച്ചോട്ടെ, ഓക്കെ, ഇനി കുഴപ്പമില്ല, ഈ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ബിക്കോസ് ഞാനൊരു 60 പോയിൻറ്റ് ക്യാച്ച് നോക്കിയത് 120 പോയിൻറ്റ്സ് ഹാഫ് ക്വാണ്ടിറ്റിയിലായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തെ. ഓക്കെ, കഴിഞ്ഞ 2 ദിവസത്തെ എൻ്റെ സ്റ്റോപ്പ് ലോസ്, കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ 3 ദിവസം സ്റ്റോപ്പ് ലോസ് ഇട്ടായിരുന്നു. അതിന് മുന്നത്തെ ദിവസം ഒരു ദിവസം സ്റ്റോപ്പ് ലോസ്, അതായത് എനിക്ക് 2 ദിവസത്തെ എൻ്റെ സ്റ്റോപ്പ് ലോസസ്, അതായത് ഞാൻ എത്രയാണ് സ്റ്റോപ്പ് ലോസ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതെനിക്ക് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് വളരെ ഇനഫാണ്. ഓക്കെ, മാർക്കറ്റ് ഇനി ഇവിടുന്ന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും പോയിക്കോട്ടെ, നല്ല രീതിയിൽ സ്പൈക്ക് തരാം, ഇത് കുഴപ്പമില്ല. ബട്ട് ഏതെങ്കിലും ഒരു സ്പോട്ട് ചാർട്ടിനനുസരിച്ച് എൻ്റെ ടാർഗറ്റ്, ഓക്കെ, സ്പോട്ട് ചാർട്ടിനനുസരിച്ച് എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി എവിടുന്ന് താഴത്തോട്ട് ഒരു എന്തും ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഫ്യൂച്ചർ ചാർട്ടിനനുസരിച്ച് ഞാൻ പറയില്ല, ഈ ഒരു റേഞ്ച് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഈ മാർക്കറ്റ് പോയിട്ടൊന്ന് മുകളിൽ പോയി സൈഡ് വേസ് ആകാനായിരിക്കും സാധ്യത കൂടുതൽ. ബിക്കോസ് ഈ ഒരു ഏരിയയിൽ നല്ല സെല്ലേഴ്സ് ഒന്നും അവരുടെ എസ് കണ്ട് ചെയ്ത് മാർക്കറ്റ് ക്വിക്കായിട്ട് ഇനി മൂവ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പിന്നെ റീസൺ മാർക്കറ്റിൽ എന്താ പറയുക, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, ആൽഗോ ട്രേഡേഴ്സിൻ്റെയൊക്കെ, അതായത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ വൈകിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വേറെ സംശയം എന്തുള്ളവർക്കെല്ലാം എന്നെ ടെലഗ്രാമിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നല്ലൊരു സ്പൈക്കിന് എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ ടാർഗറ്റിനെ റെസ്പെക്റ്റ് ചെയ്തു.